മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗവും ജില്ലാ കമ്മിറ്റിയും നാളെ പാണക്കാട്ട് കെ.ടി. സ്വാലിക് മലപ്പുറത്ത് നിന്നും. സ്വാലിക്, എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ യോഗത്തിനുള്ളത്? മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ പ്രതീക്ഷിക്കാത്ത പരിക്കാണ് മുസ്ലിം ലീഗിനുണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ കോട്ടയായ കൊണ്ടോട്ടി നഗരസഭയും പരപ്പനങ്ങാടി എല്ലാം കൈവിട്ടു. അതോടൊപ്പം UDF-നും വലിയ ക്ഷീണമുണ്ടായി. 2010 100-ൽ 8 ഒതുങ്ങിയ LDF-ന് 27 പഞ്ചായത്തുകൾ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം 3 നഗരസഭ LDF-ന് ലഭിച്ചു. ഇതിന് പുറമെ കൊണ്ടോട്ടിയും പരപ്പനങ്ങാടിയും ലീഗ് വിരുദ്ധ മുന്നണി വിജയിച്ചിരുന്നു. ലീഗിനെ വീഴ്ത്താൻ UDF-ന് പുറത്തുള്ളവരുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ലീഗ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ വിഴുപ്പലക്കേണ്ട, ചർച്ചകൾ ഫലം വന്ന ശേഷമാവാം എന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരു പാർട്ടികളും ഫലം വന്നതോടെ മാനസികമായി അകലവും കൂടി. മലപ്പുറത്ത് ഇനി ഐക്യത്തിന്റെ ആവശ്യമില്ലെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾക്ക് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നാളെ നടക്കുന്ന യോഗത്തിന്. മലപ്പുറത്ത് ലീഗിനേറ്റ തിരിച്ചടി 95-ന് ശേഷം 1995-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും വലിയ ഒരു തിരിച്ചടി മലപ്പുറത്ത് ലീഗിന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം നാളെ നടക്കുന്ന യോഗത്തിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വീട്ടിലാണ് യോഗം ചേരുന്നത്. പ്രദീപ്. കെ.ടി. സ്വാലിക് മലപ്പുറത്ത് നിന്നും.